ഹലോ, ഓണസദ്യ കഴിച്ച് പായസം കുടിച്ച് മത്ത് പിടിച്ചവർക്കും പിടിക്കാത്തവർക്കും വേറെ എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ഫാം. നമ്മൾ ഈ കേഡ്രാമയുടെ തുടക്കം തൊട്ട് കേൾക്കുന്നതാണ് ഹെതൈ ഹെതൈ എന്ന്. ആരാണ് ഈ വമ്പൻ തീയശക്തി? അതെങ്ങനെ ഇരിക്കും? 12ന്റെ 4ാം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഫ്ലാഷ് ബാക്കിലൂടെ ഇതേക്കുറിച്ച് നമ്മൾ അറിയുന്നു. ഓമനത്തുമുള്ള ഒരു കൊച്ചുകുട്ടി. അവൻ പിന്നാലെ നടന്നു വരുന്നത് കണ്ട് ആരാണെന്നുള്ള തേസന്റെ ചോദ്യത്തിന് മറോക്കിന്റെ മറുപടിയിൽ എല്ലാമുണ്ട്. ലോകരക്ഷയ്ക്കായി ദൈവം സൃഷ്ടിച്ച സംരക്ഷകൻ. ഈ 12 ഏഞ്ചൽസിൻ്റെയും ഓരോ സ്വഭാവ സവിശേഷത വെച്ച് സൃഷ്ടിച്ചതാണേലും ഹെതൈ ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത് ടൈഗർ സോഡിയക്കുമായിട്ടാണ്. പെട്ടെന്ന് തന്നെ ഹെതൈ തേസനുമായി അടുത്ത് പല കാലങ്ങളിലൂടെ സവിശേഷ ഗുണങ്ങളെല്ലാം സായിലെത്തി തേസനോളം അല്ലെങ്കിൽ തേസനേക്കാൾ കരുത്തുള്ളവനായി തീർന്നു ഈ ഹെതൈ. എല്ലായ്പ്പോഴും തേസൻ അവനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് മാനവിക സംരക്ഷണത്തിന്. അതൊരിക്കലും മറക്കരുത്. പ്രസന്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ തുടർച്ച എന്നോണം ബാംഗ്ലൂരുടെ അമ്പുവില്ലം കൊണ്ട് കഴിവുകാട്ടിയുള്ള പ്രാക്ടീസ് നിൽക്കുമ്പോൾ ഓർഫനേജിലെ അന്നദാനമൊക്കെ കഴിഞ്ഞ് വൈകി വോസുങ്ങനെയും ചേർത്ത് തിരിച്ചെത്തുന്ന മറ്റുള്ളവരും. അവൻ ഡ്രഗ് ഡീലറെ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണെന്നാണ് എല്ലാവരോടുമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത്താഴവേളയിൽ ചിക്കൻ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചും മീരയുടെ തിരിച്ചുവരവിന്റെ സന്തോഷം പങ്കുവച്ചുമൊക്കെ ശേഷം ജിജോ മന്ത്ലി ബോണസ് എന്നും പറഞ്ഞു ഓരോരുത്തർക്കും സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ നിലനിൽപ്പിനും ഒരു വിരക്തിയൊന്നും തോന്നാതിരിക്കാൻ ഇവർ തന്നെ സ്വയം എൻഗേജ്ഡ് ആവുന്ന സിസ്റ്റമൊക്കെയാണത്. ആ സ്വർണ്ണ ബിസ്ക്കറ്റുകളിൽ നിന്ന് ഓരോ പീസ് വെച്ച് കാങ്ച അപ്പോൾ തന്നെ ബാക്കിയുള്ളവരുടെ നിന്ന് കളക്ട് ചെയ്യുന്നുമുണ്ട്, മനുഷ്യർക്കുള്ള ഡൊണേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. ബോസുങ്ങിൻ്റെ സംസാരം കണ്ട് നീ എടുത്ത ചീഫ് ആവാൻ നോക്കുവാണോ എന്ന് കളിയാക്കുന്ന നേരത്താണ് മാറോക്ക് എത്തുന്നത്. തേസനെ തിരക്കി ചെന്ന് നോക്കുമ്പോൾ അയാൾ അടിച്ച് കിൻഡായിരിക്കുന്നു. ഇങ്ങനെ കുറേ കുപ്പി കാലിയാക്കിയതുകൊണ്ട് കഴിഞ്ഞതല്ലാണ്ടാവുമോ? എന്തായാലും ഇവൻ ഉണരും വരെ കാക്കാമെന്നങ്ങനെ മാറോക്ക് ഇരിക്കുമ്പോൾ തേസൻ ഞെട്ടി ഉണരുന്നത് ഒരു ദുസ്വപ്നത്തിൽ നിന്നും. ആ 4 ഏഞ്ചൽസിൻ്റെ കല്ലറയ്ക്ക് മുന്നിലായി നിൽക്കുന്നതും അതെല്ലാം പൊട്ടി പൊളിയുന്നതുമായിട്ടുള്ള ഒരു നിമിഷം. മാറോക്ക് എത്തിയിരിക്കുന്നത് മ്യൂസിയത്തിൻ്റെ മോഷണ കേസിൽ നിന്ന് കിട്ടിയ തുമ്പുമായിട്ടാണ്. ഓഗി വീണ്ടും ഉയർത്തെഴുന്നേൽക്കപ്പെട്ടെന്നറിയിച്ച് അയാൾ ക്യാമറ ഫുട്ടേജ് കാട്ടുമ്പോൾ അതിൽ ശക്തനായി ഓഗി അവിടേക്കെത്തി ഗാർഡ്സിനെ അടിച്ചു വീഴ്ത്തി ആ കല്ലെടുക്കുന്നു. സ്പർശിക്കുന്നതും ചുവന്നു തിളങ്ങുന്ന കല്ലും അവൻ്റെ നെഞ്ചും. ഇത്രയും കാലം സമീന ഒളിഞ്ഞിരുന്നിട്ട് ഇപ്പോൾ ഓഗി ഉണർത്തിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കണ്ടുപിടിക്കണം. ട്രാക്ക് ചെയ്യാൻ ബോസുങ്ങിനെ രഹസ്യമായി ഏൽപ്പിച്ചതെ പറ്റി അറിയുന്ന തേസൻ എൻ്റെ പിള്ളേരെ വലിച്ചടിക്കലെന്ന് പറഞ്ഞല്ലേ എന്ന് വീണ്ടും തുടങ്ങുന്നതിലും മാറോക്ക് നിർത്തിക്കുന്നു. നീചശക്തികൾ നമുക്ക് ചുറ്റും ശക്തമായി വരുവാണ്, വെറുതെ ഒന്നും ചെയ്യാതിരിക്കുകയല്ല, വരാൻ പോകുന്നതിനെ കരുതി തന്നെയായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഓഗി തിരിച്ചു വന്നതുകൊണ്ട് മീരയുടെ മേൽ നല്ല ശ്രദ്ധ വേണമെന്നും അവൾ അവൻ്റെ മുന്നിൽ പെടാതെ നോക്കണമെന്നും പറയുന്നതിൽ വേറെ എന്തോ ഒരു നിഗൂഢതയുണ്ട്. സീൽ ചെയ്യുന്നതിന് പകരം അന്ന് അവരെ നശിപ്പിച്ചു കളഞ്ഞാൽ മതിയായിരുന്നു എന്ന് തേസൻ തലവനിക്കുമ്പോൾ സമീനയിലൂടെ ഹെതയെ സംബന്ധിച്ച് മറ്റൊരു ഫ്ലാഷ് ബാക്കും കൂടി. ഒരുമിച്ച് ഐക്യതയിൽ നടന്ന തേസനും ഹെതയും ഒടുവിൽ എതിരാളികളായി മാറി. ഹെതയുടെ ശക്തി നശിപ്പിച്ച് യുദ്ധഭൂമിയിൽ വെച്ച് അവനെ നശിപ്പിക്കുന്നതെല്ലാം വ്രണപ്പെട്ടു നിൽക്കുന്ന സമീന അവിടെ വെച്ച് സാക്ഷ്യം വഹിച്ചപ്പോൾ നിരാശയുടെ അവശനായി മാറിക്കിടന്ന വഴിക്ക് അവിടെ വെച്ച് മറ്റൊരു മുഹൂർത്തം കൂടി വിറ്റ്നസ് ചെയ്തു. ആ അവസാന നിമിഷങ്ങളിൽ ഹെതൈ 3 കല്ലുകൾ നിർമ്മിച്ച് മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള കാഴ്ച. ആ ഓർമ്മയിൽ നിൽക്കെ അവിടേക്ക് ഓഗി എത്തുന്നത് പുരോഹിതനെ സന്തോഷിക്കാനുള്ള വകയായിട്ടാണ് ആദ്യത്തെ സോൾ സ്റ്റോൺ കണ്ടെത്തിയെന്ന്. ഓഗിയുടെ അകക്കണ്ണ് വെച്ച് അടുത്ത കല്ലിൻ്റെ സാമീപ്യം കണ്ടെത്തുമ്പോൾ അത് രാത്രിക്കടയിലും. അവിടെ മണ്ണിൽ മറഞ്ഞു കിടക്കുന്ന 2ാമത്തെ സ്റ്റോണും സമീരയുടെ ചെങ്കിടികളെത്തി കൈക്കലാക്കുന്നു. തെരച്ചിൽ തുടർന്ന വോസുങ് ഒടുവിൽ ഈവൾ ഫോഴ്സിന്റെ സാന്നിധ്യം ട്രാക്കറിൽ തിരിച്ചറിഞ്ഞ് അങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ വീട്ടിൽ മീരയും മാൽസോക്കും ഹെവി ട്രെയിനിങ്ങിലാണ്. എല്ലാറ്റിനും പ്രിപ്പയർഡായിരിക്കുന്ന കൊണ്ട് രണ്ടുപേരും കായികക്ഷമത ഒന്ന് ഉഷാറാക്കുമ്പോൾ മാൽസോക്കിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അതെന്താ മീരയ്ക്ക് മാത്രം ഇപ്പോഴും സ്പെഷ്യൽ പവേഴ്സൊക്കെ ഉള്ളതെന്ന്? ഇനി ഡ്രാഗൺ സോൾ ആയതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അത് അവൾക്കും വ്യക്തമായി അറിയില്ല. വർക്കൗട്ടിന് ശേഷം പടക്കുതിരി ഡ്രാഗണെ കൂട്ടിയിട്ട് എന്തെങ്കിലും കുറിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കെത്തി നമുക്കെന്നും ഇങ്ങനെ ഇനി മുതൽ കറങ്ങണമെന്ന് പറയുന്നത് മീരയ്ക്ക് ആശങ്കയുണ്ടാക്കുന്നു. അതിന് കാരണം ഈവൾ ഫോഴ്സ് ഇപ്പോൾ വീണ്ടും എത്തിയിട്ടുള്ളത് കൊണ്ട് പുറത്തധികം ഇങ്ങനെ ചുറ്റുന്നതും സേഫല്ല. മാറോക്ക് മാന്ത്രിക ദണ്ഡുകൊണ്ട് മുമ്പ് രക്ഷിച്ചെങ്കിൽ പോലും ആളൊരു മനുഷ്യരാണ്. ആ സമയത്ത് ഡോണി തട്ടി മാറ്റിയില്ലായിരുന്നെങ്കിൽ മാറോക്ക് അവശനായി മാന്ത്രിക ദണ്ഡ് ഉപയോഗിക്കാൻ കഴിയാതെ വന്നേനെ. എന്തായാലും അപകടം പിന്നാലെ തന്നെയുണ്ട്. മാൽസോക്കി സംസാരമെല്ലാം കേട്ട് മീരയുടെ വിഷൻസിനെ കുറിച്ചുള്ള സംശയം എടുത്തിരുന്നു. ഇപ്പോഴെടുത്ത് എന്തെങ്കിലും വിഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അന്ന് ഇറങ്ങിപ്പോയതും എന്തൊരു വിഷൻ മൈൻഡിൽ വന്നുകൊണ്ടല്ലേ. എന്നാൽ മീര ഇതിനൊന്നും പിടികൊടുക്കാതെ കുതറി മാറുന്നു. ക്ലിനിക്കിൽ ബാങ്ക്രോ ഡോണിക്കൊരു സപ്ലിമെൻറ്റ് കൊടുക്കുകയാണ്. 400 വർഷത്തോളം സൂക്ഷിച്ചിരുന്ന ഈ ലിക്വിഡ് കുടിച്ചാൽ ഡീമൺസിൻ്റെ ആക്രമണ സമയത്ത് അവരെ ശക്തമായി പ്രതിരോധിക്കാനുള്ള ശേഷി വരും. സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇതിനുശേഷം ശരീരത്തിൽ സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. ഡോണി നിന്ന് വിടുങ്ങുമ്പോഴാണ് മാറോക്ക് ഇവരുടെ സ്ക്രീൻ സ്പേസിലേക്ക് എത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അയാൾ തൽക്കാലത്ത് ഈ ഡിറ്റക്റ്റീവ് ജോലിക്ക് തടയിടുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ഇരുവർക്കും ഏകദേശം പിടികിട്ടി സംദർഭം ഗൗരവമാണെന്ന്. വൈകുന്നേരം എന്തായാലും ഒരു മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞങ്ങനെ സന്ധ്യയാകുമ്പോൾ എല്ലാവരും കൂടവേ തേസൻ മീരെ ഒറ്റയ്ക്ക് സംസാരിക്കാനായി വിളിച്ചുകൊണ്ട് പോകുന്നു. ഇതിനിടയ്ക്ക് മാറോക്ക് പറഞ്ഞിട്ട് ജിജോ നിർമ്മിച്ചെടുത്തൊരു വാളും കാണാം. തയ്യാറെടുപ്പുകൾ നടന്നു വരികയാണെന്ന് സാരം. മീരയോട് ഈ അടുത്ത് ആരെങ്കിലും വന്ന് കണ്ടിരുന്നോ എന്ന് തേസൻ തിരക്കുമ്പോൾ അങ്ങനെ ആരും വന്നിട്ടില്ല. എന്തായാലും അന്ന് പാർക്കിംഗ് ലോട്ടിലെത്തിയത് മീരയായിരുന്നു അവിടെ ടാർഗറ്റ് എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ഇനി കുറച്ച് നാളത്തേക്ക് പുറത്തിറങ്ങേണ്ടെന്ന് നിർദ്ദേശിക്കുമ്പോൾ അവൾ ആ വന്ന വിഷൻസിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുവാണ്.
ക്ലിഫിൽ വെച്ച് കണ്ടതും പിന്നീട് ഏഞ്ചൽസ് അവശരായി കിടക്കുന്നതായ വിഷൻ എല്ലാം സത്യമായി വരുവാണോ എന്ന ഉൾഭയത്തിൽ ഞാനും ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന് മീര താല്പര്യപ്പെടുന്നെങ്കിലും തേസൻ നിരസിക്കുന്നു. ഓഗി ഉയർത്തെഴുന്നേറ്റ സത്യം അറിയിക്കുന്നതിൽ തേസൻ പരാജയപ്പെടുന്നെങ്കിലും മാറോക്ക് വഴി ഇപ്പോൾ മറ്റ് ഏഞ്ചൽസ് എല്ലാം ഈ വിവരം അറിഞ്ഞിരിക്കുകയാണ്. സമീന അവനെ തിരിച്ചെത്തിച്ചത് അറിയുന്നതോടെ അവരെല്ലാം ഉടൻ തന്നെ മീര അവൻ കാണാതെ സംരക്ഷിക്കുന്നതിനെപ്പറ്റി സംസാരിക്കുന്നു. ഇവിടെ ഇപ്പോൾ കൂട്ടത്തിൽ ഒരാൾ മിസ്സിംഗ് ആണ്. ശ്രദ്ധിച്ചോ, നമ്മുടെ കുരങ്ങൻ. വോസുങ് ആ ട്രേസിംഗ് വെച്ച് ആ രാത്രി തന്നെ സമീനയുടെ കിങ്കരന്മാരെ കണ്ട് പതിയിരുന്നുകൊണ്ട് അവർ കയറുന്ന ഒരു ടണലിലേക്ക് കയറുന്നെങ്കിലും അധികം വൈകാതെ അവരെ കാണാതാവുന്നു. കാരണം അതൊരു പോർട്ടൽ പോലെയാണെന്ന് മുമ്പ് നമ്മൾ കണ്ടതാണ്. എന്നാൽ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഒരു മന്ത്രവിദ്യ ഇവൻ്റെ സാന്നിധ്യം ഒപ്പിയെടുക്കുന്നത് ഒരു അപകട സൂചനയും. ഈ വിവരം ഉടൻ തന്നെ വോസുങ് മാറോക്കിനെ അറിയിച്ച് ഇരുവരും തേസിനെ അറിയിക്കാൻ എത്തുമ്പോൾ അയാൾ വീണ്ടും ആ കല്ലറയ്ക്ക് മുന്നിലാണ് മറ്റു ചില ഓർമ്മകളുമായി. അതെന്തോന്നറിയോ? ആ സാഹചര്യം ക്ലിഫിലായി ഓഗി അവശനാക്കി നിൽക്കുന്ന തേസനോട് മീര നിന്ന് അവനെ ഒന്നും ചേരുന്ന കേണപേക്ഷിച്ചു. അതിൻ്റെ റീസൺ അവ്യക്തമാണ്. മീര തേസനെ മാറ്റാനായി അവളുടെ പവർ വരെ എതിരായി ഉപയോഗിച്ചെങ്കിലും അതിനേക്കാൾ ശക്തനായ തേസൻ ഓഗിക്കടുത്തെത്തി പറഞ്ഞു, നീ ചെയ്തത് ദൈവനിന്ദ. മാനവരെ ഇരുട്ടിലാക്കി നിനക്കിനി ഒരു വിധിയുള്ളൂ. അങ്ങനെയാണ് അവനെ സീൽ ചെയ്യുന്നത്. ഒരുപക്ഷെ മീര കാരണമാകാം തേസൻ എന്നവനെ നശിപ്പിക്കാതെ സീൽ ചെയ്തത്. എന്തായാലും മീര കാണുന്ന വിഷനിൽ വന്ന ക്ലിഫും ഇതും ഒന്നാണെന്ന് അവിടെ ക്ലിയർ ആകുമ്പോൾ വോസുങ്ങും മാറോക്കും എത്തി സമീനയുടെ താവളം കടത്തിയ വിവരം അറിയിക്കുന്നു. താവളത്തിൽ ഇന്നേരം 2ാം സ്റ്റോൾ സോണും എത്തുമ്പോൾ ഇനി ഒരൊറ്റ ഒരെണ്ണം മാത്രം ബാക്കി. അതുകൂടി കിട്ടിയാൽ പിന്നെ ഡ്രാഗൺ സോളുമായി ലയിപ്പിച്ച് ഹെത്തയുടെ അതുല്യ ശക്തി ഓഗിക്ക് സ്വന്തമാക്കാമെന്ന് സമീന പറയുമ്പോൾ, എന്നാൽ ഡ്രാഗൺ സോളിൻ്റെ കാര്യത്തിൽ ഇതിന് പ്രശ്നമുണ്ടെന്ന് അവനും. കാരണം ഒരു കടുവ മീരയെ ചുറ്റിപ്പറ്റി എപ്പോഴും ഉണ്ട്. സമീന ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നത് ഒന്നാമത്തെ കാര്യം, ഇവർക്കിപ്പോൾ ആ പഴയ പവറൊന്നുമില്ല. മാത്രമല്ല തേസന് ചില വീക്ക് പോയിൻറ്റ്സ് ഉണ്ടെന്നും. നമുക്കറിയാവുന്ന തേസൻ്റെ ഒരു വീക്ക് പോയിൻ്റ് എന്നുള്ളത് ദിവരാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഏഞ്ചൽസ് എല്ലാം എഴുന്നേൽക്കുന്നത് തേസനും മാറോക്കും മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞുകൊണ്ട്. വോസുങ്ങിൻ്റെ കാര്യം അറിയാമെങ്കിലും അവൻ ഹൈഡ് ചെയ്യുമ്പോൾ ഇരുവരും ഒടുവിൽ ആ ടണലിൻ്റെ അടുത്തെത്തുന്നു. ഉള്ളിലേക്ക് കയറിപ്പോയ കിങ്കരന്മാരെ പെട്ടെന്ന് കാണാതായി എന്ന് പറയിൽ നിന്ന് ഇരുവർക്കും ഒരു കാര്യം ഉറപ്പാണ്, അത് സമീനയുടെ ഡാർക്ക് മാജിക്കാൽ ചുറ്റപ്പെട്ട ഏരിയയാണ്. മാറോക്കിനെ പിന്നിൽ നിർത്തി പ്രൊട്ടക്ട് ചെയ്യുമെന്ന് നിൽക്കുന്ന തേസൻ്റെ ആ വീക്ക് ലിങ്ക് ജുംജയ്ക്കും മാംബോഗിനും അടുത്തേക്ക് കിങ്കരന്മാർ എത്തി നിൽക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ, ഇത് ഏഞ്ചൽസിനെ വഴിതിരിച്ചുവിടാനുള്ള ഒരു തന്ത്രമാണ്. ജുംജയെ ഉപദ്രവിക്കുന്നത് കണ്ട് ഡിഫെൻഡ് ചെയ്ത മാംബോഗിനെയും അവർ കഴുത്തിന് പിടിച്ച് ഞെരിക്കുമ്പോൾ ഈ തക്കത്തിന് അവിടുന്ന് ജുംജ ഓടി മാറി ഒരു തിരക്കുള്ള ഏരിയയിലെ ബാത്റൂമിൽ പോയി ഒളിക്കുന്നു. ഈവിൾസ് അപ്പിയർ ആയതോടെ എല്ലാവരുടെയും ലോക്കറ്റിൽ അലർട്ട് സിഗ്നൽ വരുമ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സിലെ ഏഞ്ചൽസ് എല്ലാം മാറോക്കിനെ വിളിച്ചറിയിച്ച് കാങ്ജിയുടെ പവർ വെച്ച് അത് ജുംജയ്ക്ക് നേരെയാണെന്ന് അറിഞ്ഞു പോകുമ്പോൾ ബിൽഡിങ്ങിൽ മീരയെ പോറ്റയ്ക്കും. സമീനയും സംഘവും ഇന്നേരം അങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ ജുംജ ബാത്റൂമിലിരുന്ന് തേസനെ വിളിക്കാൻ തുടങ്ങുന്നതും ചീഫ് ഇങ്ങോട്ടേക്ക് വിളിക്കുന്നു. ആ ശബ്ദത്തിൽ കിങ്കരന്മാർ വന്ന് ബാത്റൂം ഓരോന്ന് തകർത്ത് ചെക്ക് ചെയ്യുമ്പോൾ തേസൻ മാംബോഗിനെ കണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കി ജുംജിക്കടുത്തേക്ക് ഓരോ ഈവിൾസിനെയും വീഴ്ത്തി എത്തിപ്പറ്റുന്നു. ബാത്റൂമിലേക്ക് കയറുന്നതും നിൽക്കുന്ന രണ്ടോമാരെ ഇടിച്ചു പരുവമാക്കി വീഴ്ത്തി ജുംജയെ കണ്ടെത്തുമ്പോൾ അവർ കയ്യിൽ നിന്ന് ചോര വാർന്നൊഴുകി പാതി ബോധത്തിലുള്ള അവസ്ഥയിലും. പിറകിലെത്തുന്ന മാറോക്കിനെ വിളിച്ച് ജുംജയെ പെട്ടെന്ന് ആസ്പത്രിയിലേക്ക് മാറ്റാൻ പറയുന്നതും ആ ഡീമൺസ് എല്ലാം വീണ്ടും ശക്തരായി ഉയർക്കുന്നു. എത്ര വലിയ ക്ഷതമേറ്റാലും നിമിഷങ്ങൾക്കുള്ളിൽ നോർമലാവുന്ന ഒരു ശക്തിയാണ് ഈ ഈവിൾസിന്. അങ്ങനെ അവശയായ ജുംജയെ മാറോക്ക് പിടിച്ചുകൊണ്ട് പോകുന്നെങ്കിലും അവിടെ അവർക്ക് 4 ചുറ്റുമായി ഈവിൾസ് ബ്ലോക്ക് ചെയ്യുന്നു. ജുംജയുടെ അവസ്ഥ വീണ്ടും വഷളായിക്കൊണ്ടിരിക്കെ ഏഞ്ചൽസ് മാൽസുഗ് സംഘവും കൃത്യസമയത്ത് അവിടേക്ക് എത്തുന്നതും അവൾ താൻ ഡോണിയവരെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ ജുംജയ്ക്കൊപ്പം വിടുന്നു. പിന്നെ കാണുന്നത് പടക്കുതിരയുടെ പടയോട്ടമാണ്. ഡോണിയും ഷൈൻ ചെയ്യുന്നെങ്കിലും ഈവിൾസിലെ ശക്തൻ ഹാലിളകി രണ്ടുപേരെയും നിലംപരിശാകുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഈവിൾസ് എല്ലാം നിമിഷങ്ങൾക്കകം നോർമലായി ജുംജിക്കടുത്തേക്ക് പായുമ്പോൾ തേസൻ ബിൽഡിങ്ങിലും ആശങ്ക. മീരയും അവളുടെ അടുത്ത് തന്നെ ബാങ്ക്രോയും അമ്പൂമ്പിലുമായി നിൽക്കുമ്പോൾ ആ കവാടം തുറന്ന് മുന്നിൽ വീറോടെ നിൽക്കുന്ന സമീനയും സംഘവും. മീര സമീനയ്ക്ക് മുന്നിൽ വീണ്ടും എത്തി നിൽക്കുമ്പോൾ ഈവിൾസ് വീണ്ടും മാറോക്കിനും സംഘത്തിനും ചുറ്റുമായി കൂടുന്നു. ജുംജയ്ക്ക് ബോധം നഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ ഇനി തേസന്റെ നീക്കം എന്ത്? ഒരു പീക്ക് ടെൻഷൻ മൊമെൻറ്റ്. ഈ ഒരു ചില്ലിംഗ് മൊമെൻറ്റിലല്ല നമ്മളെ അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ജുംജയുടെ പ്രണയം. അന്ന് ഗുണ്ടകളുടെ പക്കൽ നിന്നും രക്ഷിച്ച ശേഷം ജുംജയുടെ അമ്മ നടത്തി വന്നിരുന്ന തട്ടുകടയിലേക്ക് പോയി അവർ മാക്കം വെട്ടി വിഴുങ്ങിയപ്പോൾ മറ്റ് ഏഞ്ചൽസിനെല്ലാം അതിശയമുണ്ടാക്കുന്ന ഒരു സംഭവം തേസനിൽ പ്രകടമായി. മനുഷ്യരുമായി ഒരനാവശ്യ ബന്ധവും വേണ്ടെന്ന് നിന്ന ചീഫ് വർഷങ്ങൾക്ക് ശേഷം, അല്ല നൂറ്റാണ്ടുകൾക്ക് ശേഷം അന്നൊരു മനുഷ്യനോട് കരുതലോടെ സംസാരിച്ചു. പിന്നീട് ഗുണ്ടകളുടെ പ്രശ്നം വല്ലതും ഉണ്ടായോ എന്ന് തിരക്കുന്ന തേസനെ കണ്ട് കൂട്ടർ അത്ഭുതപ്പെട്ടപ്പോൾ കൊച്ചു ജുംജ എത്തി ഇയാളെ കണ്ടപടെ ഗുണ്ടകളെ തുരുത്തി ഓടിച്ച സംഭവത്തിൽ വീണ്ടും നന്ദി ചോദിച്ചു. തൻ്റെ മുന്നിലെ ഒരു ഹീറോ ആണെന്ന് അവൾ ആവേശം കാട്ടുന്ന കണ്ട് തേസൻ ഷൈയായി പോകുമ്പോൾ അവൾ അയാളെ സ്നേഹാർദ്രമായ കണ്ണുകളോടെ അങ്ങനെ അഭിമാനത്തോടെ നോക്കി അങ്ങനെ നിൽക്കുന്നിടത്ത് ഈ അധ്യായം അവസാനിക്കുമ്പോൾ ഈ ജുംജയാണ് പാവം ഇപ്പോൾ മരണത്തോടെ മല്ലിടുന്നത്. തേസൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്തായാലും അടുത്ത എപ്പിസോഡുമായി ഉടൻ കാണാം. സി യു ലവ്ലീസ്.